ചെറിയ ചാറ്റലോടെ തുടങ്ങിയ മഴ പിന്നീട് വലിയ ശബ്ദത്തോടെ പെയ്തു തുടങ്ങിയതും ആ തണുപ്പിലും രാവിലെ പതിയെ അവൾ കണ്ണുകൾ അമർത്തി തുറന്നു ബെഡിലായി എഴുന്നേറ്റിരുന്നു. കുറച്ചുനേരം ജനൽപ്പാളിയിലൂടെ മഴ പെയ്യുന്നത് നോക്കിയിരുന്നതും അവൾ പതിയെ സൈഡിലേക്കൊന്ന് നോക്കി. അവിടെ ആരെയും കാണാതെ വന്നതും ഒരു നിശ്വാസത്തോടെ വേഗം മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ തട്ടലും മുട്ടലും കേട്ടതും അവൾ അങ്ങോട്ട് പോയി നോക്കി. ചായയ്ക്ക് വെള്ളം വെക്കുന്ന അമ്മയെ കണ്ടതും ചെറിയൊരു പേടിയോടെ അവരെ നോക്കിക്കൊണ്ട് ഉള്ളിലേക്ക് കയറി. പിന്നിലായി ആരോ വന്നത് അറിഞ്ഞു തിരിഞ്ഞു നോക്കിയവർ കണ്ടത് പേടിയോടെ അവരെ ഉറ്റുനോക്കുന്ന രണ്ടു കണ്ണുകളാണ്. പിന്നീട് ആളെ മനസ്സിലായതും അവർ സാധാ ഗൗരവത്തോടെ അവളെ ഒന്ന് നോക്കി. കുട്ടിയോട് പറഞ്ഞതല്ലേ ഞാൻ നേരത്തെ എഴുന്നേറ്റ് വരണമെന്നത്. ഈ മഴയത്ത് ഒറ്റയ്ക്ക് ഞാൻ ചെയ്യാൻ നിന്നാൽ ആരും ഒന്നും കൊണ്ടുപോകില്ല. ആ അടുപ്പിൽ ഊതി ഊതി എൻ്റെ ഉള്ള ഉയിര് പോയി. വേഗം മുഖമൊക്കെ കഴുകി വന്ന് ചായ കുടിക്ക്. എന്നിട്ട് രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയേക്ക്. ഇന്നിനി ഉച്ചയ്ക്കുള്ള ചോറൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. രാവിലത്തെ ദോശ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ അത് തന്നെ കൊണ്ടുപോയാൽ മതി. ഞാൻ ആ പശുത്തൊഴുത്തിലൊന്ന് നോക്കിയിട്ട് വരാം. മഴ കാരണം ഇന്ന് പാല് വാങ്ങാനും ആളുകൾ നേരം വൈകും. അവർ അത്രയും പറഞ്ഞ് നേരിയത് ശരിക്കിട്ട് ഒരു കൈ കാൽമുട്ടിൽ പിടിച്ച് പുറത്തേക്ക് നടന്നതും അവൾ വേഗം പുറത്തെ ബാത്റൂമിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരു തിരക്ക് തന്നെയായിരുന്നു. ആർത്തു പെയ്യുന്ന മഴയ്ക്ക് മീതെ ശാപവാക്കും ഒഴിഞ്ഞുകൊണ്ട് അടുക്കളയിൽ പച്ചക്കറി അരിയുന്ന അമ്മയെ നോക്കി അവൾ വേഗം പണികളെല്ലാം ചെയ്തു തീർത്തുകൊണ്ടിരുന്നു. മഴയൊന്ന് ഒതുങ്ങിയതും പ്രകാശം മരങ്ങളാൽ തിങ്ങിയ ആ പ്രദേശത്തേക്ക് ഇടിച്ചു കയറിയിരുന്നു. ഗൗരിയെ വേഗം കുളിച്ചൊരു കോട്ടൺ ലൈറ്റ് യെല്ലോ കളർ സാരിയും ഉടുത്ത് കിച്ചണിൽ പോയി ഭക്ഷണം കഴിച്ചു പാത്രം കഴുകി വെച്ചതും പുറത്തുനിന്നൊരു പെൺകുട്ടിയുടെ നീട്ടിയുള്ള വിളി അവളെ തേടി എത്തിയിരുന്നു. ഇപ്പോൾ വരാം. വേഗം പാത്രം എടുത്തു വെച്ച് ഓടുന്നവളെ അടുക്കളയിൽ ഇരിക്കുന്നവർ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും അവരുടെ പണിയിലേക്ക് തന്നെ തിരിഞ്ഞു. നീയെന്താ നേരം വൈകിയെന്ന് പാടത്തെ വരമ്പിലൂടെ നടക്കുന്നതിനിടയിൽ സ്മൃതി ചോദിച്ചതും ഗൗരി നടക്കുന്നതിനിടയിൽ അവളെ ഒന്ന് നോക്കി. ഇന്ന് നല്ല മഴയില്ലായിരുന്നോ? ഉറങ്ങിപ്പോയി അതാ. ഞാൻ വിചാരിച്ചു ഇന്ന് നീ മധുരത്തിൽ ഉണ്ടാവില്ലെന്ന്. ഒരു കള്ളച്ചിരിയോടെ വേഗം നടക്കുന്നതിനിടയിൽ സ്മൃതി പറഞ്ഞതും ഗൗരി അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി കഴിഞ്ഞിരുന്നു. ഇടം കൈയിൽ ചെറിയൊരു നുള്ളുകൂടെ കിട്ടിയതും സ്മൃതി ഒരു ചിരിയോടെ അവളെ നോക്കി കണ്ണിറുക്കി. എന്നാൽ അതിന് മറുപടി ഒന്നും നൽകാതെ കയ്യിലെ വാച്ചിൽ സമയം നോക്കി ഗൗരി വേഗത്തിൽ ഓടിക്കഴിഞ്ഞിരുന്നു. ഇവളാണ് ഗൗരി തീർത്ത. ആളൊരു ഗവൺമെൻറ് സ്കൂളിലെ 8ാം ക്ലാസ് അധ്യാപികയാണ്. അധികം ആരോടും സംസാരിക്കില്ല. എങ്കിലും അടുത്തറിയുന്നവരോട് മാത്രം ഉള്ളു തൊട്ട് അവൾ സംസാരിക്കും. കൂടെയുള്ള ആളാണ് ആകെയുള്ള ഫ്രണ്ട് സ്മൃതി. അവളും ഒരു കണക്ക് അധ്യാപികയാണ്. ഒരേ സ്കൂളിൽ, അതും 8ാം ക്ലാസ്സുകാരുടെ. സ്മൃതി ഗൗരിയെപ്പോലെ ഒരു മിണ്ടാപ്പൂച്ചയല്ല. അത്യാവശ്യം സംസാരിക്കുന്ന ടൈപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പലരും ഗൗരിയോടായി ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരം പറയുന്നത് ഇവളാണ്. ബാക്കി പുറകെ പറയാം. കവല കടന്ന് ബസ് സ്റ്റോപ്പ് ലക്ഷ്യമാക്കി നടന്നതും ചായക്കടയിലിരിക്കുന്ന പലരുടെയും കണ്ണുകൾ തങ്ങൾക്ക് നേരെ വരുന്നത് അറിഞ്ഞെങ്കിലും രണ്ടുപേരും അത് മൈൻഡാക്കാതെ നേരെ കാണുന്ന ബസ് സ്റ്റോപ്പിലായി പോയി നിന്നു. അത്യാവശ്യം കുട്ടികളും മറ്റു പല ജോലിക്ക് പോകുന്നവരെ കൊണ്ടും ബസ് സ്റ്റോപ്പ് ഫുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ മധുരം ബസ് പോയിട്ടില്ലെന്ന് അവർക്കുറപ്പായി. കുറച്ചു നിമിഷം ചുറ്റും നോക്കി നിന്നതും പെട്ടെന്ന് വലിയ ഹോണടിയോടെ മധുരം ബസ് വന്ന് അവർക്ക് മുന്നിലായി ബ്രേക്ക് ഇട്ടത് നിർത്തിയതും ഗൗരി ഉള്ളിൽ നിറഞ്ഞ പിടച്ചിലോടെ ഉള്ളിലേക്ക് കയറി. രാവിലത്തെ അത്യാവശ്യം തിരക്ക് തന്നെ ആ ബസ്സിലുണ്ടായിരുന്നു. കുത്തിപ്പിടിച്ച് എങ്ങനെയൊക്കെയോ ഡ്രൈവിംഗ് സീറ്റിന് പിന്നിലെത്തിയതും അവൾ ചുറ്റുമൊന്ന് നോക്കി. നേരെ ഓപ്പോസിറ്റുള്ള നീളമുള്ള സീറ്റിലിരിക്കുന്ന എല്ലാവരുടെയും നോട്ടം വളയം പിടിക്കുന്ന ആ ഒരുവൻ്റെ അടുത്തേക്കാണെന്ന് അറിഞ്ഞതും അവളുടെ ചുണ്ടുകൾ അറിയാതെ കൂർത്തുപോയിരുന്നു. മേൽചുണ്ടിന് മേൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളി ഇടത്തെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞ് പതിയെ അവനെ ഒന്ന് നോക്കിയെങ്കിലും മുന്നിലേക്ക് നോക്കിയിരിക്കുന്നവനെ കണ്ട് അവളുടെ കണ്ണുകൾ നിമിഷനേരം കൊണ്ട് നിറഞ്ഞു വന്നു. എങ്കിലും എന്നും അതൊരു കാഴ്ചയായതുകൊണ്ടുതന്നെ നിറഞ്ഞ കണ്ണുകൾ ഒഴുക്കാതെ അവൾ പിടിച്ചു വെച്ചു. പിന്നീട് ഒരു നോട്ടം പോലും അവൻ്റെ മേൽ പോകാതിരിക്കാൻ ആവോളം അവൾ ശ്രമിക്കുമെങ്കിലും അവളുടെ കണ്ണുകൾ മുഴുവനും അവൻ്റെ മേൽ തന്നെയായിരുന്നു. അത്യാവശ്യം ഒരു ജിം ബോഡിയും ആരെയും ആകർഷിക്കുന്ന കാപ്പി കളർ കൃഷ്ണമണിയും കറുത്ത വെട്ടിയൊതുക്കിയ മുടിയും പിന്നെ മീശയും താടിയും. അതുകൂടാതെ വളയം പിടിക്കുന്ന ഇടത്തെ കൈയിലെ സിൽവർ കളർ ഇടിവളയും അവനെ ഒത്ത പുരുഷനാക്കി മാറ്റിയിരുന്നു. കാക്കി കളർ ഷർട്ടിൽ തുറന്നിട്ട മുന്നിലെ 2 ബട്ടണുകൾക്കിടയിൽ അവൻ്റെ കഴുത്തിലെ രുദ്രാക്ഷം വിയർപ്പിലാടി കളിച്ചുകൊണ്ടിരുന്നു. മോളെ ടിക്കറ്റ്. അവനെ തന്നെ ഉറ്റുനോക്കി നിന്ന ഗൗരിയുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് ഒരാളുടെ സൗണ്ട് കേട്ടതും അവൾ ചെറുതായി ഒന്ന് ഞെട്ടി അയാളെ നോക്കി. തന്നെ ചിരിയോടെ നോക്കുന്ന ആളെ കണ്ട് അവൾ ഒരു പുഞ്ചിരി മടക്കി നൽകി പൈസ കൊടുത്തു. എന്നും കയറുന്ന ബസ്സായതുകൊണ്ട് തന്നെ അതും വാങ്ങി ഒന്നും മിണ്ടാതെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് അയാൾ പോയി കഴിഞ്ഞിരുന്നു. ഗൗരിയെ സ്മൃതി തൊട്ടടുത്ത് നിന്ന് വിളിച്ചതും അവൾ പതിയെ സ്മൃതിയെ ഒന്ന് നോക്കി. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? നിന്റെ ആളെ നോക്കിയാണ് ആ സീറ്റിലിരിക്കുന്ന മുഴുവൻ ആളും ഇരിക്കുന്നത്.
സ്മൃതി പറഞ്ഞതും ഗൗരി പതിയെ ആ സീറ്റിലേക്കൊന്ന് നോക്കി. ആ ഒരുവനിൽ തന്നെ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നവരെ കണ്ട് അവളുടെ മുഖം വീർത്തു കെട്ടിയിരുന്നു. ഇവർക്കൊക്കെ വേറെ ബസ്സിൽ പൊയ്ക്കൂടെ? ഓ പിന്നെ, ഇത് നിനക്ക് മാത്രം കയറാനുള്ളതാണല്ലോ. ഗൗരി ചുണ്ടുചുളുക്കി പറഞ്ഞത് കേട്ട് സ്മൃതി കളിയോടെ അവളെ നോക്കി പറഞ്ഞതും ഗൗരി അവളുടെ കയ്യിൽ ഒരു നുള്ളു കൊടുത്തു കഴിഞ്ഞിരുന്നു. കിട്ടേണ്ടത് കിട്ടിയതും സ്മൃതി അവളെ നോക്കി കണ്ണുരുട്ടി പുറത്തേക്ക് നോക്കി നിന്നു. അവളുടെ ആ മാറ്റം കണ്ട് ചെറിയൊരു ചിരിയോടെ ഗൗരി കമ്പിയിൽ മുറുക്കെ പിടിച്ചു. സ്കൂളിന് മുന്നിലായി ബസ് ഒരു ഇരുമ്പുലവിടെ വന്ന് നിർത്തിയതും കുട്ടികൾ ഇറങ്ങുന്നതിന് വേണ്ടി അവൾ പിന്നിലേക്ക് നീങ്ങി നിന്നു കൊടുത്തു. ഏറ്റവും അവസാനം ഇറങ്ങുമ്പോഴും അവനെ ഒന്ന് നോക്കാനും അവൾ മറന്നിരുന്നില്ല. ബസ് മുന്നിൽ നിന്ന് ചീറിപ്പാഞ്ഞു പോയതും സ്കൂളിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് നടക്കുന്നതിനിടയിൽ എന്നത്തെയും പോലെ ഇന്നും അവളുടെ മുഖം മങ്ങി തന്നെയായിരുന്നു. ഒരു നോട്ടം പോലും തനിക്കായി നൽകാത്തവൻ അവൾക്കെന്നും വേദന നൽകുന്നതാണ്. അവളെ നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അവളുടെ കയ്യിൽ സ്മൃതിയുടെ കൈകൾ മുറുകെ ചേർത്ത് പിടിച്ചിരുന്നു. എടി, നീ മധുരത്തിൽ വരാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ലട്ടോ. ഒന്നും പറയാനില്ല. ആ ചേട്ടൻ്റെ ഗൗരവത്തോടുള്ള നോട്ടവും ആ വണ്ടി ഓടിക്കുന്നതും കണ്ടാൽ ആരും ഒന്ന് വീണു പോകും. സത്യം, സ്കൂൾ സ്റ്റോപ്പ് എത്തിയപ്പോൾ സങ്കടമാണ് വന്നേ. അങ്ങനെ ആരോടും മിണ്ടൊന്നുമില്ല മോളെ. പിന്നെ അങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല എൻ്റെ വീടിൻ്റെ അടുത്ത് ആ ചേട്ടൻ്റെ വീട്. പിന്നിൽ നടക്കുന്ന പിള്ളേർ അവനെ പുകഴ്ത്തി പറയുന്നത് നടക്കുന്നതിനിടയിൽ കേട്ടതും അവളുടെ നടത്തം അവരുടെ സംസാരം കേൾക്കാനായി പതിയെയായിരുന്നു. ആണോ? ആളുടെ പേരെന്താടി? പേരെന്തായിരുന്നു? ആ, ദേവാനന്ദ്. ആളൊരു അസൽ കില്ലാടിയാണ് മോളെ. പൂരത്തിനൊക്കെ ആ ചേട്ടനാവും മുന്നിൽ നിൽക്കുക. എന്തൊരു ഗ്ലാമറാണല്ലോ പുള്ളിക്ക്. അതെ, നമുക്ക് ഇന്നും ഈ ബസ്സിൽ പോയാൽ മതി കേട്ടോ വൈകുന്നേരം. അതത്രയല്ലേ ഉള്ളൂ. കുട്ടികൾ അവരുടെ ഓരോ കളിത്തമാശയിലേക്ക് പോകുമ്പോഴും അവർ പറഞ്ഞു നിർത്തിയ സ്ഥലത്ത് കുടുങ്ങി നിൽക്കുകയായിരുന്നു ഗൗരിയുടെ മനസ്സ്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ കയറിയതും അവൾ ഉള്ളിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എങ്ങനെയുണ്ട് കുട്ടി ലൈഫൊക്കെ? പ്രിൻസിപ്പൽ ചോദിച്ചതിന് സുഖം എന്നൊരു മറുപടിയിൽ ഉത്തരം നൽകി. സ്മൃതി ഒപ്പിട്ട് കഴിഞ്ഞ് പെൻ നൽകിയതും തൻ്റെ പേരിന് നേരെ അവൾ ഒപ്പിട്ട ശേഷം പതിയെ തൻ്റെ പേരിലൂടെ ഒന്ന് കണ്ണുകൾ പായിച്ചു. ഗൗരി തീർത്ത ദേവാനന്ദ്. ആ പേരിലൂടെ ഒന്ന് നോട്ടം പായിച്ചതും അവളുടെ നെഞ്ചിലായി ഒട്ടിക്കിടക്കുന്ന താലി ചുട്ട് പൊള്ളിയ പോലെ തോന്നിയതും അവൾ വലത്തെ കൈ ആ താലിയിൽ പിടുത്തം മുറുക്കിക്കൊണ്ട് ആ പേരിൽ നിന്ന് നോട്ടം മാറ്റി മുന്നോട്ട് നടന്നു. തുടരും. അടുത്ത പാർട്ട് ഉടൻ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഉടൻ നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും.